ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ 60 എപ്പിസോഡുകൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള 5 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന 5 കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ മനോഹരമായിട്ട് കോണ്ടന്റ് കൊടുക്കുന്നവരും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ജനങ്ങളുടെയൊക്കെ ഒരുപാട് സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് പറ്റിയ മത്സരാർത്ഥികളുമാണ്. അതൊക്കെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ജനങ്ങൾക്കിടയിലുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ 60 എപ്പിസോഡുകൾ ബിഗ് ബോസിൽ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി ടാസ്ക് ആണ് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ പറയുന്ന ടോപ്പ് 5 ലിസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിൽ നമ്മൾ 6ാമത്തെ പേര് പറയുന്നത്. അപ്പോൾ ടോപ്പ് 5 ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 5 പേരല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ 6ാമത്തെ പേരെങ്ങനെ പറയും? ഞാൻ അത് വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പ് 5 ലിസ്റ്റിൽ ഞാൻ 6ാമത്തെ പേര് പറയുന്നത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയാണ് വന്നത്. പക്ഷേ വേദലക്ഷ്മി വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് വേദലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ പോളിങ്ങും ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേദലക്ഷ്മിക്ക് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ജനങ്ങൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ കോണ്ടന്റ് വൈസ് ആണെങ്കിലും താൻ പറയുന്ന കാര്യത്തിൽ തന്നെ സ്ഥിരതയോടുകൂടി ഉറച്ചു നിൽക്കുന്ന വേദലക്ഷ്മിയുടെ ഗെയിം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. LGBT കമ്മ്യൂണിറ്റി എതിർക്കുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലും ഒരുപാട് സപ്പോർട്ട് നേടിയെടുക്കാനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു പുതിയ മത്സരാർത്ഥിയായിട്ട് വന്നിട്ട് ഇത്രയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത് വേദലക്ഷ്മിക്ക് മാത്രമാണ്. ബാക്കിയുള്ള 4 കണ്ടസ്റ്റൻസിനും അത് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ലിസ്റ്റിൽ 2ാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ നൂറയാണ്. നൂറ ബിഗ് ബോസ് ഹൗസിൽ ഒരു പെർഫെക്റ്റ് ഗെയിമർ ആണെന്ന് നമുക്ക് തോന്നിയ ഒരു സമയം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരു 10 എപ്പിസോഡുകൾക്ക് ശേഷമാണ്. അടുത്തതായി 5ാമത്തെ പേര് ഞാൻ പറയുന്നത് നൂറയാണ്. നൂറയുടെ കേസിൽ നൂറ ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിച്ച ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയായിരുന്നു നൂറയുടെ ഈ ഒരു സപ്പോർട്ടിന് കാരണമായിട്ട് വന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികൾക്കെതിരെ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടാത്തവർക്കും അതുപോലെ തന്നെ പൊതുവെ അവർക്ക് കുറച്ച് സപ്പോർട്ട് കൂടുതലായിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്താണ് നൂറ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കോണ്ടന്റുകൾ കൊടുക്കുന്ന അനീഷിനും ഷാനവാസിനും അനുമോൾക്കുമെതിരെ പല പല ഗെയിമുകൾ കളിച്ചുകൊണ്ട് കോണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ ജനങ്ങൾ ഒരുപാട് ഏറ്റെടുക്കുകയും നൂറ എന്ന കണ്ടസ്റ്റന്റിന്റെ ആ ഒരു ക്യാപ്പബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് നൂറക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ എന്തുകൊണ്ടും ഇടം കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നൂറ. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ പേര് പറയുന്നത് ഷാനവാസാണ്. ഷാനവാസിൻ്റെ ഒരു പ്രത്യേക ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസ് എല്ലാ ജനങ്ങൾക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് സോൾവ് ആക്കി വിടുന്ന പ്രത്യേകം ഒരു സ്ട്രാറ്റജിയാണ് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ പൊതുവെ സീരിയൽ താരങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ഏഷ്യാനെറ്റിലെ സീരിയൽ കാണുന്ന വ്യക്തികൾ ആദ്യം മുതലേ കൊടുക്കുന്നൊരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടൊക്കെ ആദ്യം മുതലേ നേടി എടുത്തൊരു വ്യക്തി തന്നെയാണ് ഷാനവാസ് ഷാനു. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷാനവാസിന് വലിയൊരു സപ്പോർട്ട് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ വിജയസാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷാനവാസ്. അതുപോലെ തന്നെ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയൊക്കെ ജനങ്ങൾ ഒരുപാട് ഏറ്റെടുത്തിട്ടുള്ളത് തന്നെയാണ്. എല്ലാ കണ്ടന്റുകളിലും ഒരു കോമഡി ടച്ച് കൊണ്ടുവരാനും ഷാനവാസിൻ്റെതായിട്ടൊരു പ്രത്യേകത എല്ലാത്തിലും കൊണ്ടുവരാനും പല പല സമയങ്ങളിലും ഷാനവാസിന് ബിഗ് ബോസ് ഹൗസിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവ് ടച്ച് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു സമയത്ത് ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷാനവാസ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ജനങ്ങൾ ഭയങ്കര കണക്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് സപ്പോർട്ടുകൾ ഷാനവാസിന് ബിഗ് ബോസ് ഹൗസിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും അധികം വിജയസാധ്യതയുള്ള കണ്ടസ്റ്റൻസിൽ ഒരാൾ കൂടിയാണ് ഷാനവാസ് ഷാനു. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് പറയുന്നത് അനുമോളാണ്. അനുമോളുടെ കേസിൽ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ എന്ന് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അനുമോളെ പറയാനായിട്ട് സാധിക്കും.
അനുമോള് ബിഗ് ബോസ് ഹൗസിൽ എല്ലാ ദിവസവും കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആദ്യമൊക്കെ അനുമോളെ ലാലേട്ടൻ വിളിച്ച് ചീത്ത പറയാത്തൊരു ഡേ പോലും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ല. അതായത് വീക്കെൻഡ് എപ്പിസോഡുകൾ സംബന്ധിച്ചുകൊണ്ട് അനുമോളുടെ കോണ്ടന്റ് പുറത്തു വരാത്തൊരു ദിവസം പോലും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അനുമോൾക്ക് ഒരു പോസിറ്റീവ് ടച്ച് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിലൂടെ വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം മുതലേ ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ബിഗ് ബോസിന്റെ വിജേതാവാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോള്. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് ഏറ്റവും അധികം ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സോഷ്യൽ മീഡിയ പോളുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമോളുടെ സപ്പോർട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര സ്ട്രോങ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇമോഷണലി പല സമയത്തും അനുമോൾ വീക്കായിട്ടുണ്ട്. പക്ഷേ അനുമോൾ ഇമോഷണലി വീക്കാവുന്ന സമയത്തൊക്കെ ജനങ്ങൾ അനുമോളായിട്ട് ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അനുമോൾക്ക് അവിടെ ഒരു വിജയത്തിലേക്ക് എത്തുന്ന ആ ഒരു റീസൺ എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും അധികം വിജയസാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോള്. ഇനി മുന്നോട്ട് പോകുന്ന സമയങ്ങളിലും ഈ ഒരു സപ്പോർട്ട് കുറച്ചുകൂടി കൂട്ടാനായിട്ട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീസണിന്റെ കപ്പടിക്കാനായിട്ട് തീർച്ചയായിട്ടും അനുമോൾക്ക് സാധിക്കും. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് അനീഷിന്റെ ആയിരിക്കും. അനീഷ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇതുവരെയും ബിഗ് ബോസ് കണ്ടതിൽ വെച്ചൊരു വെറൈറ്റി ഗെയിമറാണ് അനീഷ്. അതുപോലെ തന്നെ അനീഷ് പറയുന്ന കാര്യങ്ങളുടെ വ്യക്തത, അനീഷ് സംസാരിക്കുന്ന ഒരു ശൈലി എല്ലാം വളരെ സ്റ്റോപ്പ് ചെയ്ത് വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി കണ്ടിഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട്. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റന്റ് അനീഷാണ്. ഒരു കാര്യത്തിൽ അനീഷ് ഇടപെടുന്ന സമയത്ത് പേഴ്സണലി ആരുമായിട്ട് യാതൊരു വിദ്വേഷവും, അതായത് ആരുമായിട്ടും യാതൊരു ദേഷ്യവും വെക്കാതെ ഒരു കോണ്ടന്റിൽ ഇടപെടുന്നതും ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്നതും ഒരു വിഷയത്തിൽ ഇടപെടുന്നതും അത് സംസാരിച്ച് തീർപ്പാക്കുന്നതായിട്ടൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിന്റെ കോൺസെപ്റ്റുകളെ എതിർക്കുന്നവരാണെങ്കിലും അനീഷിനോട് ഇഷ്ടക്കേടുള്ള വ്യക്തികൾ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ കൂടുതൽ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ ഇന്നേ വരെയും കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു കോമണർ കണ്ടസ്റ്റന്റ് കൂടിയാണ് അനീഷ്. ഈ ഒരു സമയത്ത് അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളായാലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും അധികം സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസ് വിജയസാധ്യതയുള്ള ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അനീഷിന് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ ഒരു ആദ്യ സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര്. അപ്പോൾ അനീഷിനെ പറഞ്ഞു, അനുമോളെ പറഞ്ഞു, ഷാനവാസിനെ പറഞ്ഞു, വേദലക്ഷ്മിയെ പറഞ്ഞു, നൂറയെ പറഞ്ഞു. ഇവർക്കപ്പുറം ബിഗ് ബോസ് ഹൗസിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റിയ ഏത് വ്യക്തിയാണുള്ളത്? വ്യക്തി എന്ന് പറഞ്ഞത് ഞാൻ ഈ ഒരു പറയാൻ പോകുന്ന ആളൊരു കണ്ടസ്റ്റന്റ് അല്ല. പക്ഷേ ബിഗ് ബോസ് ആയിട്ട് എന്തുകൊണ്ടും ഒത്തിണങ്ങി പോകുന്നൊരു വ്യക്തിയാണ് മറ്റാരുമല്ല, നമ്മുടെ ലാലേട്ടൻ. ബിഗ് ബോസ് ഹൗസിൽ ഈ കഴിഞ്ഞ 6 സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 7ാമത്തെ സീസൺ എത്തി നിൽക്കുന്നു. 6 സീസണുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ലാലേട്ടൻ ഈ കഴിഞ്ഞ 6 സീസണുകളിലും ഇടാത്തൊരു എഫേർട്ടാണ് ഈ ഒരു സീസൺ 7 ഇടുന്നത്. എൻ്റെ പൊന്നോ, അങ്ങനെ സമ്മതിക്കണം. എന്തൊക്കെയാണ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡുകളിൽ സംഭവിക്കുന്നത്? ലാലേട്ടൻ തന്നെ എല്ലാം നോക്കണം. പുള്ളിക്കാരൻ്റെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ കാര്യം പറയുന്ന സമയത്ത് ഒരു 10-20 കോടിയൊക്കെ തൻ്റെ സാലറി ആയിട്ട് മേടിച്ചിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ബിഗ് ബോസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പരിപാടികളൊക്കെ ചെയ്യാൻ തന്നെയാണ്. നമ്മുടെ സൽമാൻ ഖാനൊക്കെ ഇതിലും അപ്പുറത്തെ പരിപാടികൾ ഓരോ സീസണുകളിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഹിന്ദിയിൽ സീസൺ 18 എത്തിയെന്ന് തോന്നുന്നു. അവിടെയൊക്കെ എല്ലാ സീസണുകളിലും ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ കയറി വരും, സൽമാൻ ഖാൻ്റെ തലയെ പെടും. പക്ഷെ ലാലേട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കിട്ടുന്നത്. ഈ പറയുന്ന കണ്ടസ്റ്റൻസ് കോണ്ടന്റ് കൊടുക്കുന്നില്ല. അതായത് പല സാഹചര്യങ്ങളിലും ലാലേട്ടനായിട്ട് ഇവരെ കൊണ്ട് കോണ്ടന്റ് കൊടുപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അനുമോളെ ചീത്ത പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിലും വലിയ ചീത്ത ജനങ്ങൾ ലാലേട്ടനെ പറയുന്നു. അതുപോലെ തന്നെ ഓരോ എപ്പിസോഡിലും വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് വളരെ സൈലന്റ് ആയിട്ടൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ വരുന്ന ലാലേട്ടൻ ഈ പ്രാവശ്യം പൂക്കളും ചെമ്പരത്തിയൊക്കെ ഉള്ള ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കണ്ടസ്റ്റൻസ് പറയുന്ന കോമഡിക്ക് അപ്പുറം പറയുന്നു. നെവിനൊപ്പം കുട്ടിക്കളി കളിക്കുന്നു. അതുപോലെ തന്നെ ആര്യനൊപ്പം കുട്ടികളി കളിക്കുന്നു. ഷാനവാസിനോടും അനുമോളോടും അനീഷിനോടൊക്കെ തൻ്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന വേദലക്ഷ്മി, ആദിലക്കും നൂറക്കും എതിരെ ഉന്നയിച്ചൊരു ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാസ് കാണിക്കുന്ന ലാലേട്ടനെ നമുക്ക് ഈ ഒരു സീസണിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങേര് ഈ ഒരു സീസണിൽ ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ലാലേട്ടൻ മേടിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഒരു കോടിക്ക് ഈ പ്രാവശ്യമാണ് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ പണിയെടുത്താക്കുന്നത്. ഇവരെയൊക്കെ ചീത്ത പറയാനും പറ്റില്ലെന്നേ. ഈ പ്രാവശ്യം വന്നാക്കുന്ന കണ്ടസ്റ്റൻസിനെ ചീത്ത പറയുന്നതിനൊരു പരിധിയുണ്ട്. ഈ പ്രാവശ്യം എത്ര ചീത്ത ലാലേട്ടൻ പറഞ്ഞു. വേദലക്ഷ്മിയെ, അനുമോളെ, അനീഷിനെ, ഷാനവാസിനെ, അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വായ പൊട്ടുന്ന രീതിയിൽ ഒരുപാട് ചീത്തയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരെ സ്നേഹിച്ചിട്ടുമുണ്ട്, അവർക്കൊപ്പം കോമഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ഓരോ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴും ലാലേട്ടൻ്റെതായിട്ടുള്ള കോണ്ടന്റ് കൂടി ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തിട്ടാണ് പോവാറ്. ഇപ്പം ഈ പറയുന്ന കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ ലാലേട്ടൻ ഫാൻസ് ആണ് ഏറ്റവും കൂടുതൽ. അല്ല, അത് പുള്ളിക്ക് പൊതുവേ ഉണ്ട്. ഞാൻ ഈ പറയുന്ന ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ്. ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസിനൊപ്പം ലാലേട്ടനെയും കൂടി വോട്ടിങ്ങിൽ ഇട്ടിരുന്നെങ്കിൽ എല്ലാത്തിലും ഫസ്റ്റ് കയറി പോയാനെ. കാരണം അത്രയും കോണ്ടന്റ് ആണ് പുള്ളി ഈ പറയുന്ന ആഴ്ചയിൽ ശനിയും ഞായറും വന്ന് കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും ടോപ്പ് 5 ലിസ്റ്റിൽ ഞാൻ ലാലേട്ടന് 1-ാം സ്ഥാനം കൊടുക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ടോപ്പ് 5 ലിസ്റ്റിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നത് ഈ കഴിഞ്ഞ 6 സീസണുകളിൽ എടുക്കാത്ത പണി 7ാമത്തെ സീസണിൽ എല്ലാം കൂടി ഒരുമിച്ചെടുക്കുന്ന നമ്മുടെ സ്വന്തം ദി കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന് ഞാൻ കൊടുക്കുകയാണ്. ദാദാ സാഹിബ് അവാർഡൊക്കെ വാങ്ങിച്ച് നമ്മുടെയൊക്കെ ഒരു അഭിമാനമായിട്ട് നിൽക്കുന്ന ഒരു അഭിനേതാവ് കൂടിയാണ് ലാലേട്ടൻ. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ടോപ്പ് 5 ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. ടോപ്പ് 5 ഞാൻ ലാലേട്ടനെ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ കണ്ടസ്റ്റൻസ് തമ്മിലാണല്ലോ വോട്ടിങ്ങും ഈ പറയുന്ന കപ്പടിക്കുന്നതൊക്കെ കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടോപ്പ് 5 ലിസ്റ്റിൽ 5-ാം സ്ഥാനം ഞാൻ വേദലക്ഷ്മിക്ക് കൊടുത്തു. 4-ാം സ്ഥാനം ഞാൻ നൂറക്കാണ് കൊടുത്തത്. 3-ാം സ്ഥാനത്ത് ഞാൻ ഷാനവാസിൻ്റെ പേര് പറഞ്ഞു. 2-ാം സ്ഥാനത്ത് ഞാൻ അനുമോളുടെ പേരാണ് പറഞ്ഞത്. 1-ാം സ്ഥാനം ഞാൻ അനീഷിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ള വ്യക്തികളെയാണ് ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം വലിയ അത്ഭുതങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചില്ല എങ്കിൽ ഈ ഒരു സീസണിൻ്റെ കപ്പ് ഉയർത്താൻ പോകുന്നതും ആ ഒരു ടോപ്പ് 5 സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നതുമായിട്ടുള്ള 5 കണ്ടസ്റ്റൻസ് ഇവർ തന്നെ ആയിരിക്കും. ഇതിനകത്ത് വലിയ മാറ്റങ്ങൾ വരാനായിട്ട് ഇനി സാധ്യതയില്ല. ടോപ്പ് 3 ഒരു മാറ്റവും ഇല്ല. അനീഷും ഷാനവാസും അനുമോളും തന്നെ വരും. കാരണം അത്രയും ഒരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും. പിന്നീട് ഇവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് വേദലക്ഷ്മിയും ആദിലെ നൂറൊക്കെ കയറി വരണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കേണ്ടി വരും ജനങ്ങൾക്കിടയിൽ. കുറച്ചുകൂടി കണക്ട് ചെയ്യേണ്ടി വരും ജനങ്ങളായിട്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ടോപ്പ് 5 അടുത്തെത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അക്ബർ ഖാൻ. അക്ബർ ഖാനൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഇങ്ങോട്ട് കയറി വരാനായിട്ടുള്ള സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആർക്കാണ് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ പറയുന്ന ടോപ്പ് 5 ലിസ്റ്റായിട്ട് യോജിക്കാത്ത കുറേ പേരുണ്ടാവും. കാരണം ജനങ്ങൾ ബിഗ് ബോസ് കാണുന്നത് പല പല പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായൊരു ടോപ്പ് 5 ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്